ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. കാരണം ഞാനിന്നിവിടെ രണ്ട് റെസിപ്പീസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മളുടെ ട്രഡീഷണൽ ഉണ്ണിയപ്പവും കൂടെ ഒരു അവൽ പായസം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് ഉണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം, എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം. നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള അരി വെള്ളത്തിലിട്ട് വെക്കാം. ഞാനിവിടെ വയനാടൻ കൈമയുടെ അരിയാണ് എടുത്തിട്ടുള്ളത്. അരി നമുക്ക് ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിനുശേഷം ഇത് വെള്ളത്തിലിട്ട് കുതിർക്കുന്നത് നിങ്ങളെടുക്കുന്ന അരിയുടെ ആ ഒരു ക്വാളിറ്റി അനുസരിച്ച് വേണം. വയനാടൻ കൈമൊക്കെ ആണെങ്കിൽ അരമണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നല്ലപോലെ കുതിർന്ന് കിട്ടും. ഇത് കുതിർന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് തയ്യാറാക്കി വെക്കാം. നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനും അതേപോലെ തന്നെ അവൽ പായസം ഉണ്ടാക്കുമ്പോഴും നമുക്ക് തേങ്ങാക്കൊത്ത് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പായസത്തിലേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും അതേപോലെ തന്നെ അതേ ഫ്രൈ പാനിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് അവലും വറുത്തെടുക്കാം. അതേപോലെ തന്നെ ഞാനിവിടെ വെച്ചിരിക്കുന്ന നാളികേരം ചിരകിയത് ഉണ്ണിയപ്പത്തിലേക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം നമുക്ക് തയ്യാറാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് രണ്ടും ഒരുമിച്ച് തന്നെ ചെയ്യാം. അതായത് അവൽ പായസം ഉണ്ടാക്കലും അതേപോലെ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കലും ഒരുമിച്ച് തന്നെ ചെയ്യാം. പിന്നെ ഈ ശർക്കര ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉണ്ണിയപ്പത്തിലേക്കുള്ള ശർക്കരയാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ആദ്യം ഞാൻ ഉണ്ണിയപ്പത്തിനുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ശർക്കര ഒരു 500 ഗ്രാം ശർക്കര ഉണ്ട്. പക്ഷേ ഇത് കുറച്ച് വലിയ ശർക്കര ആയതുകൊണ്ട് പെട്ടെന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ ചമ്മന്തിയൊക്കെ അരക്കിന കുഴയില്ലേ, അതുകൊണ്ടൊന്ന് തട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയ പീസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉരുക്കി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ സാധാരണ അച്ച് ശർക്കര വാങ്ങുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ഇതേപോലെ ചെയ്യൊന്നും വേണ്ട. നമ്മൾ പാനിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലിടാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുക്കി കിട്ടും. ഇതിപ്പോൾ ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് എന്തോ വലിയ പീസായിട്ട് ഉള്ള ഒരു ശർക്കരയാണ് എനിക്ക് ഇന്ന് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്യാണ്. നമുക്ക് ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ ശർക്കര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഈ ശർക്കര ഉരുക്കിയ നീര് കൊണ്ട് തന്നെയാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത്. ആ സമയത്ത് നമ്മൾ ശർക്കര നീര് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് അരി അരച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1-2 ടീസ്പൂൺ മൈദ ചേർത്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാവ് നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് അപ്പുറത്തെ സ്റ്റൗവിൽ നമ്മൾ അവൽ വറുത്തെടുക്കുകയാണ്. ആദ്യം തന്നെ അവൽ വറുത്തിട്ട് മാറ്റി വയ്ക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഈ ഒരു പാനിൽ തന്നെ നമുക്ക് അവൽ വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ഈ പാനിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതേപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ഒരുമിച്ച് തന്നെ പായസം ഉണ്ടാക്കാനും അതേപോലെ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനും നിന്നാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറായി കിട്ടും. അപ്പോൾ അവൽ വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് വെള്ള അവലാണ്. അപ്പോൾ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ വറുത്തെടുക്കാം. അതേപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഒന്നും ഇടണ്ട. നമുക്ക് പാന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗവിൻ്റെ ആ ഫ്ലെയിം നമുക്ക് കുറച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ഈ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുത്തില്ലെങ്കിൽ അവൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അത്യാവശ്യം കുറച്ച് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്കിത് ആവശ്യത്തിന് തയ്യാറായിട്ടുണ്ടെന്ന് അർത്ഥം. അതോടൊപ്പം തന്നെ ഇത് നല്ലപോലെ ക്രിസ്പി ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് ഇത് നമ്മൾ അവൽ പായസം തയ്യാറാക്കാനുള്ള കുക്കറിലേക്ക് മാറ്റിയിടാണ് ചെയ്യുന്നത്. വേറൊരു പാത്രം എടുക്കണേക്കാളും നല്ലത് നമ്മളിപ്പോൾ പായസം തയ്യാറാക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന കുക്കറിൽ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ പായസം തയ്യാറാക്കാൻ ഉള്ള സമയമാകുമ്പോഴേക്കും ഇത് ചൂടാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് കുക്കർ നമുക്ക് മാറ്റി വയ്ക്കാം, വേറൊരു ഭാഗത്തേക്ക് മാറ്റി മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഇപ്പോൾ അവൽ ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് നാളികേരം ഒന്ന് വറുത്തെടുക്കണം. ഈ നാളികേരം നമ്മൾ അവൽ പായസത്തിനുള്ള നാളികേരം അല്ല കേട്ടോ, ഇത് നമ്മൾ ഉണ്ണിയപ്പത്തിനുള്ള നാളികേരമാണ്. നാളികേരം നമ്മൾ ഇതേപോലെ തന്നെ നാളികേരത്തിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്ക് വറുത്തെടുക്കാം. നാളികേരം വറുത്തെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സ്മെല്ല് വരും. ആ സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. വല്ലാണ്ട് ബ്രൗൺ കളർ ആവണ്ട, കുറച്ചൊരു ബ്രൗൺ കളറായി കിട്ടിയാൽ മതി നമുക്ക്. പിന്നെ പലരും ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ നാളികേരം വറുത്ത് ചേർക്കാറില്ല കേട്ടോ. ചിലർ നാളികേരം തന്നെ ചേർക്കാറില്ല, നാളികേരക്കൊത്ത് മാത്രം ഇടുള്ളൂ. അല്ലെങ്കിൽ ചിലർ പച്ച നാളികേരം ചേർക്കും.
പക്ഷേ ഉണ്ണിയപ്പം കുറച്ച് ദിവസം നിങ്ങൾക്ക് കേടുകൂടാതെ ഇരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പച്ച നാളികേരം അതേപോലെ ചേർക്കരുത്, ഇതേപോലെ വറുത്ത് ചേർക്കണം. പിന്നെ നാളികേരം തീരെ ചേർക്കാത്തവരാണെങ്കിൽ ഇടയ്ക്കെങ്കിലും ഇതുപോലെ നാളികേരം വറുത്ത് ചേർത്തിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കുക. അത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ നാളികേരം വറുത്ത് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ എപ്പോഴും ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നാളികേരം വറുത്തിട്ടാണ് ചേർക്കുക. ഈ നാളികേരം 1 കപ്പ് നാളികേരമാണ് കേട്ടോ ഉള്ളത്. ഞാൻ നേരത്തെ അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 കപ്പ് അരിയിലേക്ക് 1 കപ്പ് നാളികേരം എന്നുള്ള ഒരളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണ് എള്ളും അതേപോലെ 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടിയും, ഏലക്കപ്പൊടി 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആവാം കേട്ടോ, പ്രശ്നമില്ല. പിന്നെ 1/2 ടീസ്പൂണ് ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മളുടെ നാളികേരം ഞാൻ ഇത്രയും വറുക്കാറുള്ളൂ, ഈ ഒരു കളർ ചേഞ്ചും ഇല്ല ഞാൻ വറുത്തെടുക്കാറുള്ളൂ. ഇപ്പം തന്നെ ഏകദേശം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. കാരണം ഞാൻ ഈ ഒരു പാനിൽ തന്നെയാണ് എല്ലാ ഇൻഗ്രീഡിയൻസും വറുത്തെടുക്കുന്നത്, അതുകൊണ്ടാണ് ഇതിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഞാനിവിടെ മാറ്റിയിടുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും എടുക്കാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ പണിയും തീർന്ന് കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പണി തീർത്ത് അടുക്കളയിൽ നിന്ന് മാറി നിൽക്കാനും പറ്റും. ഇനി നമുക്ക് ഈ പാനിൽ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന നാളികേരക്കൊത്ത് ഒരു പിടി, ഇത് നമ്മുടെ പായസത്തിൽക്കും അതേപോലെ തന്നെ ഉണ്ണിയപ്പത്തിൽക്കും കൂടിയുള്ള നാളികേരക്കൊത്താണ് കേട്ടോ. ഇത് വറുത്തതിന് ശേഷം നമ്മൾ രണ്ടാക്കി തിരിക്കുക. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള നെയ്യ് എടുത്തിട്ട് നമ്മൾ വറുത്തെടുക്കുക. അപ്പോൾ പ്യുവർ ഗീ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ക്വാളിറ്റിയുള്ള നെയ്യൊക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ പായസം ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ട് മാറും. നെയ്യ് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന നാളികേരക്കൊത്ത് മുഴുവനും ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വറുത്തതിന് ശേഷം മാത്രം നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കുന്ന സമയത്ത് ഉണ്ണിയപ്പത്തിലേക്കുള്ള നാളികേരക്കൊത്ത് ഇതിന് തിരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല പോലെ കളറ് മാറുന്ന വരെ തന്നെ നമ്മൾ വറുത്തെടുക്കുക. നാളികേരക്കൊത്ത് വറുക്കുമ്പോൾ നമ്മൾ നാളികേരം വറുത്തതിനേക്കാളും കൂടുതലായിട്ടൊരു ബ്രൗൺ കളർ വരണം. നല്ല ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മൾ ഇത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി ഇടാം. ഇനി നമുക്ക് ഈ പാനിൽ തന്നെ നമുക്ക് പായസത്തിനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാനിവിടെ പായസത്തിലേക്ക് മാത്രം ചേർക്കുന്നുള്ളൂ, ഞാനിവിടെ ഉണ്ണിയപ്പത്തിലേക്ക് എടുക്കുന്നില്ല. അപ്പോൾ അതിനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി മാത്രം ഞാനിവിടെ വറുത്തെടുക്കുന്നുള്ളൂ. ഇപ്പോൾ പാന് വല്ലാണ്ട് ചൂടായിട്ടുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് നേരം മാറ്റി വയ്ക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഫയർ അലാറം അടിക്കും. അപ്പോൾ കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം അതേ നെയ്യിൽ തന്നെയാണ് ഇടുന്നത്, നെയ്യൊന്നും മാറ്റിയിട്ടില്ല. ആ നെയ്യിൽ തന്നെ ഞാൻ ഇവിടെ അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കുമ്പോൾ എപ്പോഴും അണ്ടിപ്പരിപ്പ് വേണം ആദ്യം ഇട്ട് കൊടുക്കാനായിട്ട്. അണ്ടിപ്പരിപ്പ് നമുക്ക് ഫ്രൈ ആയി വരുന്ന സമയത്ത് മാത്രം മുന്തിരി ഇട്ട് കൊടുത്താൽ മതി. മുന്തിരിക്ക് ശരിക്കും ഈ പാനിൻ്റെ ഒരു ചൂട് മതി തയ്യാറായി കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മുന്തിരി ഇട്ട് കൊടുത്താൽ മതി. മുന്തിരി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ആദ്യം തന്നെ ഉണ്ണിയപ്പത്തിനുള്ള മാവ് അടിച്ചു വയ്ക്കാം. അപ്പോൾ ഉണ്ണിയപ്പത്തിനുള്ള അത് നമ്മൾ അരി വെള്ളത്തിലിട്ടത് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് ഇപ്പോൾ അരി വെള്ളത്തിലിട്ട് അരി ഞാൻ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് മനസ്സിലാവും ഉണ്ണിയപ്പത്തിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന്. അപ്പോൾ നമ്മുടെ പച്ചരി, പിന്നെ ഞാൻ ഈ ഉണ്ണിയപ്പത്തിലേക്ക് സോഡാപ്പൊടി ചേർക്കുന്നില്ല, അതിന് പകരമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 3 പപ്പടമാണ്. 3 പപ്പടം ഞാൻ ആകെ ഒന്ന് പിച്ചി ചിന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പപ്പടം വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പപ്പടം ഒന്നും കൂടി സോഫ്റ്റായിട്ട് അരഞ്ഞു കിട്ടും. ഈ പപ്പടം ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സോഡാപ്പൊടി ചേർക്കാത്തത് കൊണ്ട് ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം ചെറുപഴമാണ്. 2 ചെറുപഴം എടുത്തിട്ടുണ്ട്. 2 ചെറുപഴം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ശർക്കര നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം.
ശർക്കര നീര് ഞാനിപ്പോൾ ഇവിടെ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ അരിപ്പ നേരെ ഡയറക്റ്റായിട്ട് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ശർക്കര നീര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് എനിക്കിവിടെ വെള്ളം ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ശർക്കര നീര് ഇപ്പോൾ ഇവിടെ ഒരു 3.5 കപ്പ് ശർക്കര നീരുണ്ട്. അപ്പോൾ മിക്സിയിൽ തന്നെ ഒരു അളവുണ്ടല്ലോ നമ്മൾ, അപ്പോൾ അതിൽ അളന്ന് നോക്കുമ്പോൾ നമുക്ക് 3.5 കപ്പോളം ശർക്കര നീര് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. വല്ലാണ്ട് ഫൈനായിട്ട് അരയൊന്നും വേണ്ട, ഒന്ന് തരിതരിപ്പായിട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. നമ്മൾ ഉണ്ണിയപ്പം കടിക്കുമ്പോൾ ഉള്ളിലൊക്കെ ഒന്ന് തരിതരിപ്പായിട്ട് നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മളൊന്ന് അരിച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ ഞാനിവിടെ അരി വെള്ളത്തിലിട്ട് വെച്ചേക്കണ ആ പാത്രത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ആ മാവ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചേക്കണ നമ്മുടെ നാളികേരം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നല്ല പോലെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ശർക്കര നീര് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വെള്ളം ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മൈദയാണ്. അപ്പോൾ 1/2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 1/2 കപ്പ് മൈദ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഈ മൈദ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് അങ്ങനെ ഇട്ടിട്ട് അടിച്ചിട്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മൈദ മുഴുവനായിട്ട് ഒന്നിച്ചിട്ട് കൊടുക്കാണ്ട് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് കലക്കി എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര രീതിയിൽ നല്ല പോലെ കലങ്ങി കിട്ടില്ല. അതുകൊണ്ടാണ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ 2 കപ്പ് പച്ചരിയിലേക്ക് ഒരു 1/2 കപ്പ് മൈദ എന്നുള്ള ലെവലിൽ എടുക്കുക. അതിനേക്കാളും അധികമായിട്ട് എടുക്കാൻ പാടില്ല. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് കിട്ടാനാണ് ഈ മൈദ ചേർക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് ശർക്കര നീരൊക്കെ അധികമാവുക, അല്ലെങ്കിൽ വെള്ളമൊക്കെ അധികമായി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 1-2 ടീസ്പൂൺ മൈദ അധികം ചേർക്കാം കേട്ടോ, പ്രശ്നമില്ല. പക്ഷേ അതിനേക്കാളും കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ മാക്സിമം വെള്ളം അധികമാവാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ട് കോരിയെടുക്കുമ്പോൾ ഒരു പാകം ഉണ്ടാവും നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയുടെ ഓരോ കുഴിയിലേക്കും ഒഴിച്ചെടുക്കാനായിട്ട്. ആ ഒരു പാകത്തിന് വേണം നമ്മൾ കലക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്തിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ഭാഗം നമ്മളിവിടെ പായസത്തിലേക്ക് മാറ്റി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള മാവ് റെഡിയായി. ഉണ്ണിയപ്പം മാവിനുള്ള ഇൻഗ്രീഡിയൻസ് പച്ചരി, പഴം, പപ്പടം, ശർക്കര നീരിൽ അടിച്ചത്, അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ, അതായത് നമ്മുടെ എള്ളും അതേപോലെ തന്നെ ചുക്കുപൊടി, ഏലക്കപ്പൊടി ഒക്കെ കൂടി ചേർത്തിട്ട് വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ ചേർത്തു. അതിനുശേഷം അവസാനം നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ചേർത്തു. ഇപ്പം നമുക്ക് സ്പൂൺ കൊണ്ട് കോരി എടുക്കുമ്പോൾ ആ ഒരു പാകം, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് ശർക്കര നീരും വെള്ളവും അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിക്കാം. ഇനി മാവ് ഞാനിവിടെ 1/2 മണിക്കൂർ മൂടി വെക്കുന്നുണ്ട്. 1/2 മണിക്കൂറിൽ കൂടുതലായാലും പ്രശ്നമൊന്നുമില്ല. 2 മണിക്കൂറൊക്കെ മൂടി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി സോഫ്റ്റ് ആവും. അപ്പോൾ ഞാനിവിടെ പായസം കൂടി തയ്യാറാക്കി എടുക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ 1/2 മണിക്കൂർ മൂടി വെക്കുന്നുള്ളൂ. അപ്പോൾ 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ പായസത്തിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഉണ്ണിയപ്പം ഇവിടെ തയ്യാറാക്കി എടുക്കുകയാണ്. പക്ഷേ നിങ്ങൾ 2 മണിക്കൂറൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ തയ്യാറാക്കി എടുക്കണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി സോഫ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ അവൽ നമ്മൾ വറുത്ത് നമ്മുടെ കുക്കറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അവലിലേക്ക് ഞാനിവിടെ പാലൊഴിച്ച് കൊടുക്കുകയാണ്. 1 ലിറ്റർ പാലാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. 1 കപ്പ് അവലിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഈ പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ്, യാതൊരു ബുദ്ധിമുട്ടുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യുക. ഇതിലേക്ക് പിന്നെ 1/2 ടീസ്പൂണ് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചുക്കുപൊടി ചേർത്ത് കൊടുക്കണം. അത് അവസാനം പായസം തയ്യാറായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് തന്നെയല്ല, തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ കുക്കർ മൂടി വെച്ചു. നമ്മൾ വെയിറ്റൊക്കെ ഇട്ട് കൊടുക്കണം. വെയിറ്റ് ഇട്ടിട്ട് തന്നെ കുക്കർ മൂടി വെച്ചിട്ട് നമ്മൾ ഇത് നല്ല പോലെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. നല്ല ലോ ഫ്ലെയിം വേണം കേട്ടോ. ഒരിക്കലും വിസിൽ വരാൻ പാടില്ല. ആ ഒരു ലെവലിലുള്ള ഫ്ലെയിം തന്നെ വേണം. നല്ല പോലെ ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മൾ ഇതൊരു 20 മുതൽ 25 മിനിറ്റ് വരെ അവിടെ നമ്മൾ ഫ്ലെയിമിൽ വെക്കാം. ഇനി നമുക്ക് ആ സമയത്ത് നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പത്തിനുള്ള ചട്ടി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മാക്സിമം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ അപ്പുറത്തെ സ്റ്റവിന് കുറച്ച് ചൂടുണ്ട്. അപ്പോൾ ഞാൻ ചില്ലിൻ്റെ പാത്രം വെച്ചപ്പോൾ ചൂട് കണ്ടപ്പോൾ ഞാൻ ഒരു കട്ടിംഗ് ബോർഡ് എടുത്ത് വെച്ചതാണ് അവിടെ.
അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇപ്പോൾ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഓരോ കുഴിയിലേക്കും ഓരോ ടേബിൾ സ്പൂണ് മാവ് കോരി ഒഴിക്കുക. പിന്നെ ഈ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം ട്ടോ. ഈ ഉണ്ണിയപ്പം ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കുന്നത്, ആ വെളിച്ചെണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട്. ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ ഉള്ളൊന്നും കുക്കായി കിട്ടില്ല. അപ്പോൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് നിങ്ങളിത് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ ഏകദേശം മാവ് വറ്റി തുടങ്ങുന്നത് കണ്ടാൽ നമ്മൾ മറിച്ചിടുക. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഫുൾ മാവ് കൊണ്ടും നമുക്ക് ആവശ്യത്തിനുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. പക്ഷേ ഫ്ലെയിം എപ്പോഴും ഇടയ്ക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റണം. കാരണം ഹൈ ഫ്ലെയിമിൽ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം ഉള്ളൊന്നും വേവില്ല, പുറം കരിയും. അപ്പോൾ ചട്ടി ചൂടാവുന്നതിനനുസരിച്ച് ഇടയ്ക്കൊന്ന് ഫ്ലെയിം കുറയ്ക്കുക, അതേപോലെ തന്നെ ഇടയ്ക്കൊന്ന് ഫ്ലെയിം അധികമാക്കുക. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പായസത്തിനുള്ള കുക്കർ നമ്മളിപ്പോൾ ഇവിടെ ഫ്ലെയിമിൽ ഇട്ടേക്കാണ്. അപ്പോൾ അതിടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക, ഫ്ലെയിം കൂടാണ്ടും ഒക്കെ നോക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് 20 മുതൽ 25 മിനിറ്റ് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ എടുക്കട്ടെ. അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ പ്രഷർ ഫുള്ള് നിറഞ്ഞ് നിൽക്കുകയാണ്. പ്രഷർ നിറഞ്ഞ് നിൽക്കുകയാണെങ്കിലും നമ്മൾ വിസിൽ വരുന്നില്ല, ആ ഒരു ലെവലിലാണ് കുക്കർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പ്രഷർ മുഴുവൻ റിലീസ് ആവുന്ന വരെ നമ്മൾ അവിടെ തന്നെ കുക്കർ അവിടെ തന്നെ വെക്കുക. ഒരിക്കലും നമ്മൾ പ്രഷർ വരാനായിട്ട് അനുവദിക്കരുത്. അപ്പോൾ നമ്മൾ ആ പായസത്തിൻ്റെ അടിയൊക്കെ കരിയും. അപ്പോൾ ഇതേപോലെ നമ്മൾ 20-25 മിനിറ്റ് വരെ നമ്മൾ പായസം അവിടെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് പാലൊക്കെ വേവുമ്പോൾ ആ ഒരു പിങ്ക് കളർ ഉണ്ടാവില്ലേ നമ്മൾ പായസത്തിൻ്റെ, ഏകദേശം ആ ലെവലിൽ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇപ്പോൾ ഇവിടെ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ അവസാനത്തെ ബാച്ച് ഉണ്ണിയപ്പം ഇട്ടേക്കാണ്. ഒരുവിധമൊക്കെ നമുക്ക് ഇവിടെ പൊരിച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പായസം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പായസം റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാച്ചുറലി നമുക്ക് ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂടി തുറക്കാം. അപ്പോൾ നമ്മുടെ പായസം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതേപോലെ തേങ്ങാക്കൊത്ത് ഇടണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി മുഴുവനും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. മുഴുവനും നമ്മൾ ഫൈനലി നമ്മൾ പാത്രത്തിലേക്ക് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്തും ഞാൻ കുറച്ചുകൂടെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി അവൽ പായസവും അതേപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ ഉണ്ണിയപ്പവും നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇതേപോലെ നമ്മൾ എല്ലാവരും ഒരുമിച്ചിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തയ്യാറായി കിട്ടും. വളരെ ഈസിയാണ് കേട്ടോ, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഇത് ചെയ്തെടുക്കാനില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ഈസി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും തന്നെ ചെയ്യാൻ പറ്റും, യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതേപോലെ തന്നെ ഉണ്ണിയപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പ്രത്യേകിച്ച് നമ്മൾ അരി വെച്ചിട്ട് ചെയ്യുന്ന ഉണ്ണിയപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയതിന് എല്ലാവരോടും സോറി. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.